അപ്പൊ കുഞ്ഞപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അൺബോക്സിംഗ് വീഡിയോ ആണെന്ന്. അതായത് പെട്ടിയെടുക്കുന്ന വീഡിയോ. എന്താ ഈ ചെങ്ങായി തലയിൽ ഇങ്ങനെ, അതായത് കസന്റിയിൽ ഇങ്ങനെ ചക്രവർത്തി കളിച്ചത് നിങ്ങൾ ആലോചിച്ചില്ലേ? അങ്ങനെ ആലോചിച്ച് കൂട്ടി വല്ലാതെ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകണ്ട. അതിന്റെ മുമ്പ് കാര്യം ഞാൻ പറഞ്ഞുതരാം. കസന്റിക്കുള്ള മരുന്നാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. അതായത് 99% ഫലപ്രദമായ ഒരു മരുന്നാണ് ഇന്നിപ്പോ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോണത്. ഇത് ഫ്ലിപ്കാർട്ടില്, ആമസോണിൽ, അങ്ങനെ ഓൺലൈനിലൊക്കെ സംഭവം ഇപ്പൊ അവൈലബിൾ ആണ്. സംഭവം ഇന്ത്യയിൽ ഇപ്പൊ 1 വർഷത്തോളമായി പലരും കഷണ്ടിക്കാർ തേച്ച് ഇപ്പൊ മുടി വന്നുകൊണ്ട് നാട്ടിൽ നിൽക്കാൻ പോലില്ല എന്നപ്പോ ഓരോരുത്തരും പറയുന്നത്. സംഭവം നമ്മൾ പെട്ടിയൊക്കെ പൊട്ടിച്ചപ്പോ സംഭവം പെട്ടിന്റെ ഉള്ളിൽ ഒരു പേപ്പറൊക്കെ തിരികെ വെച്ചാണ് തന്നിക്കണം. സംഭവം ഇല്ലാന്ന് തോന്നുന്നുണ്ട്. സംഭവം ഇതുപോലത്തെ ഒരു പച്ച പെട്ടിയിലാണ് സംഭവം വരുന്നത്, പച്ച ബോക്സില്. അതായത് ന്യൂ ഹെയർ ലോഷൻ എന്നാണ് ഇതിന്റെ പേര്. അതായത് എവിടുന്നാണ് വരുന്നത് നിങ്ങൾ ആദ്യം നേരെ നോക്കിക്കോളൂ. തായ്ലൻഡാണ് സംഭവം. തായ്ലൻഡിന്റെ സംഭവമാണ് ഒറിജിനൽ സംഭവം. ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങണ്ടെന്ന് പറയണം. എന്തായാലും ഏത് സാധനത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കാനാണ് നമ്മൾ ആൾക്കാർ നോക്കണത്. ഏതായാലും ഇതിന്റെ കണ്ടന്റ് ഒക്കെ നോക്കിക്കോളൂ. സംഭവം കുറെ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കണം. ഞാൻ ഇപ്പൊ ഇത് വായിച്ചായിരുന്നു. ഞാൻ ഇപ്പൊ ഒരു വീഡിയോ 4 മിനിറ്റുള്ളത് ഇപ്പൊ 20 മിനിറ്റ് ഒക്കെ ആയി മാറി. ഞാനിപ്പോ അതിന് കുത്തിയിരിക്കണില്ല എന്തായാലും. കാരണം എന്താ പറയുക, ഈ കഷണ്ടി ഇല്ലാത്തവരും ഇത് കുത്തിയിരുന്ന് കാണുന്നുണ്ടാവും. അവർക്ക് ചിലപ്പോ വെറുപ്പാവും സംഭവം. കഷണ്ടി ഉള്ളവർക്ക് ചിലപ്പോ ഇത് 1 മണിക്കൂറാണെങ്കിലും ചിലപ്പോ കുത്തിയിരുന്ന് കാണാം. അത്രയും ബുദ്ധിമുട്ട് ഇപ്പൊ ഈ കഷണ്ടി കൊണ്ട് അവരനുഭവിക്കുന്നത്. പാവങ്ങളാണ് എന്തായാലും. അപ്പൊ ഇതിന് ദിവസത്തിൽ 2 തവണയുള്ളത് ഉപയോഗിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. സംഭവം അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നമുക്കിത് എങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് നോക്കാം. എങ്ങനെ ഇതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആദ്യം നമുക്ക് അജ്ജിക്കൊന്ന് അടിച്ചു നോക്കാം എങ്ങനെയുണ്ട് സംഭവം. വെളിച്ചെണ്ണ മോഡലാണെന്നൊക്കെ സംഭവം. നമ്മള് കുഞ്ഞാപ്പ് കജ്ജിക്ക് അടിച്ചാൽ മതി. ആദ്യം അടിച്ചു നോക്കി അപ്പൊ അതിലൊന്നുമില്ല. പിന്നെ ഒന്ന് അടിച്ചു നോക്കി അപ്പൊ ഒന്ന് സംഭവം അടിപൊളി സ്മെല്ലാണ് സംഭവം. ബേബി സോപ്പില്ലേ നമ്മള് ജോൺസണൊക്കെ, അതിന്റെ ഒരു സ്മെല്ലാണ് ഇത് കിട്ടിയത്. സംഭവം അത് ഇങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയെന്നല്ലേ നമ്മൾ പറഞ്ഞത്. അതായത് കുഞ്ഞാപ്പിന്റെ കജ്ജി കാണുന്ന ചക്രമല്ല, അതുപോലെ അതിന്റെ അടിയിലെ സൂചി പോലുള്ള ടൈപ്പാണ്. അല്ലാതെ ഇങ്ങനെ മാന്തി കളിച്ചാൽ തലയുണ്ടാകാൻ തന്റെ ഭാരം ഉണ്ടാവില്ല പറഞ്ഞ മാതിരി ആകെ പൊളിഞ്ഞ് മുറിയാവും. അങ്ങനെ മെല്ലെ മെല്ലെ കുഞ്ഞാപ്പാട്ടണ പോലെ തന്നെ മെല്ലെ മെല്ലെ ചക്ര ഒട്ടി കളിച്ച ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയിട്ടാണ് അത് ഒട്ടുന്നത്. സംഭവം എന്നിട്ട് ആ സ്പ്രേ ടൈപ്പ് ബോട്ടിലല്ല. അതുകൊണ്ട് മെല്ലെ മെല്ലെ സ്പ്രേ അടിക്കണ പോലെ കഷണ്ടിന്റെ ഭാഗത്ത് മെല്ലെ മെല്ലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളെ കുഞ്ഞാപ്പ് പാടണ പോലെ മെല്ലെ മെല്ലെ നമ്മളെ പൊട്ടമ്മ ഇങ്ങനെ തടവി കൊടുക്കുക. ഉസാറായിട്ട് അടിയിക്ക് ഇറങ്ങുക. പക്ഷെ ഇത് എങ്ങനെ ചെയ്യേണ്ട സംഭവം എന്ന് അറിയാം. നമ്മളെ കുഞ്ഞാപ്പ് അൺബോക്സ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് കാണിച്ചതേ. ആദ്യം മുടി നന്നായിട്ട് ഡ്രിം ചെയ്യണം. 0 ലെവലിൽ ഡ്രിം ചെയ്യണം. അതിന് നമ്മളിത് കാണിച്ചിട്ടുണ്ട് എങ്ങനെ ഡ്രിം ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി നമ്മൾ നേരെ നമ്മളെ ബാർബർ ഷോപ്പ് ഒത്താൻ്റെ അടുത്തേക്കാണ് പോയി. ഒത്താന് നമ്മളെ ഹിന്ദിവാല നമ്മളിപ്പത്തെ ഒത്താന്. അപ്പൊ ഹിന്ദിവാല നമ്മളെ ചെറുതാക്കി നമ്മളെ മുടി വെട്ടിത്തരാൻ പറഞ്ഞു 0 ലെവലില്. അതിന്റെ താത്തിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെറുതാക്കി എടുക്കുക. നമ്മളെ കുഞ്ഞാപ്പ് കാണിച്ചു തരുന്നത് എങ്ങനെ കാട്ടുണ്ടെന്നല്ലേ. ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും എത്ര വലിപ്പത്തിന് മുടി ചെറുതാക്കി എടുക്കണം എന്നൊക്കെ. അപ്പൊ അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കണ്ട. അപ്പൊ ഒരു കാര്യം പറയുന്നത് എന്താ സംഭവം എന്ന് പറയാം. നമ്മളത് കുളിച്ചു കഴിയുമ്പോ പോത്ത് പോലെ കുളിച്ചല്ലോ. അപ്പൊ സാധാ സോപ്പ് ഉപയോഗിച്ചാണ്ട് കുളിച്ചാണ്ട് തല ആകെ കഴിക്കളയില്ല. ആഴ്ചയിൽ ഒരിക്കൽ ബേബി സോപ്പ് പോയത് ബേബി ഷാമ്പു പോയത് കൊണ്ട് കേകി കളയാ. ആഴ്ചയിൽ ഒരിക്കൽ തലമുടി കേകിയാൽ മതി. അപ്പൊ പറഞ്ഞു കേട്ടില്ലേ, നന്നായിട്ട് പോത്ത് കുളിച്ചിടമാതിരി കുളിച്ചെന്നാ പറയുന്നത്. സാധാ സോപ്പ് കൊണ്ട് കുളിച്ചു കഴിഞ്ഞാൽ കെമിക്കൽ കൂടും. ബേബി സോപ്പിൽ കെമിക്കൽ കുറയും. അതുകൊണ്ട് കുളിക്കാൻ പറയുന്നത്. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ഇത് സക്സസ് ആയിട്ട് തന്നെ ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും ഇടും. അപ്പൊ സക്സസ് ആയിട്ട് നമ്മളെ കുഞ്ഞാപ്പൂന് മുടിയൊക്കെ വന്നിട്ട് നമ്മൾ എന്തായാലും ഇടുന്നതാണ്. അപ്പൊ നിങ്ങളെ വീഡിയോ എന്തായാലും തീർച്ചയായിട്ടും കാണണം. അപ്പൊ കുഞ്ഞാപ്പൂന്റെ നല്ല അടിപൊളി കലാളൊക്കെ ഉണ്ടായിരുന്നു. ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കാൻ തോന്നുന്നുണ്ട്. ഇതേപോലെ ചെറുതാക്കണം. അപ്പൊ മാർക്ക് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മാർക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മാർക്ക് ചെയ്ത്. കസന്റുമായി ബുദ്ധിമുട്ടുള്ള നിങ്ങളെ കുറെ കൂട്ടുകാരുണ്ടാവും. ഓർക്കത് അയച്ചു കൊടുക്കണം. തലയിലിങ്ങനെ തടയിക്കൊണ്ടിങ്ങി എന്താ ആലോചിച്ചുകൊണ്ട് കുത്തിരിക്കുന്ന കുറെ കൂട്ടുകാരുണ്ട്. അവരിലേക്ക് തീർച്ചയായിട്ടും അയച്ചു കൊടുക്കാൻ മാർക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മാർക്ക് ചെയ്തത്. ഓക്കെ.